ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു DIY കളർ ബുക്ക് ഉണ്ടാക്കിയാലോ? ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. സോ ആദ്യം തന്നെ നമുക്ക് കളർ ചെയ്യാനുള്ള പിക്ചേഴ്സാണ് പ്രിൻ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ പ്രിൻ്റ് ചെയ്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചാലും മതി. ഈ പിക്ചേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. പിന്നെ ഓരോ പിക്ചേഴ്സും ഇതുപോലെ സെയിം സൈസിലുള്ള റെക്റ്റാങ്കിൾസിലാക്കി വെച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിൾസ് ആയിരിക്കും നമ്മളുടെ പേജസ്. അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ സെയിം സൈസിൽ വേണമെന്ന് പറയുന്നത്. പിന്നെ പിക്ചേഴ്സ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കുറച്ച് ഈസി ടു മീഡിയം ലെവലിലുള്ള പിക്ചേഴ്സാണ് എടുത്തത്. ഇനി റെക്റ്റാങ്കിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര പേജസ് വേണോ അത്രയും പേജസ് ഈക്വൽ സൈസിൽ കട്ട് ചെയ്തിട്ട് അതിൽ പിക്ചേഴ്സ് വരച്ചു കൊടുത്താലും മതി. അങ്ങനെ എൻ്റെ ബുക്കിൽ ഏകദേശം ഒരു 9 പേജസ് ആണുള്ളത്. നിങ്ങൾക്ക് എത്ര പേജസ് വേണോ അത്രയും പിക്ചേഴ്സ് എടുക്കാം. ഇനി ഈ പേജസൊക്കെ ഒന്ന് ഒന്നിച്ച് പിടിച്ച് സ്റ്റാപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് റെഡിയാണ്. പക്ഷേ ബുക്ക് എന്ന് പറയുമ്പോൾ അതിന് കവറൊക്കെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്റ്റാപ്ലർ ഇല്ലയെന്ന് വെച്ചാൽ ഗം യൂസ് ചെയ്താലും മതി. പക്ഷേ ഞാനിവിടെ സ്റ്റാപ്ലറാണ് യൂസ് ചെയ്യുന്നത്, കാരണം അത് കുറച്ചും കൂടി ഈസിയും പിന്നെ കുറച്ച് ടൈമൊക്കെ ലാഭിക്കാമല്ലോ. പിന്നെ സ്റ്റാപ്ലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ഡെക്കറേറ്റിങ്ങിലേക്ക് കിടക്കാം. പിന്നെ ആ ഒരു സ്റ്റാപ്ലർ പിൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗമ്മ യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ശരിക്കും ടേപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വെച്ചോളൂ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബുക്കിൻ്റെ കവർ ഉണ്ടാക്കാം. കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പേജസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് 80 GSMൻ്റെ A4 ഷീറ്റ് ആയിരുന്നു. ഇത് എത്ര GSM ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ വെച്ചാലും മതി. ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ A4 മതി. അപ്പോൾ അത് വീഡിയോ കാണുന്നത് പോലെ ബുക്കിൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബുക്കില്ലേ അത് ഈ ഒരു കവറിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് എക്സസ് ആയിട്ട് പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്തത് ഡബിൾ സൈഡ് ടേപ്പാണ്. നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലയെന്ന് വെച്ചാൽ ഗം യൂസ് ചെയ്താലും മതി. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ളത് യൂസ് ചെയ്യുക. ആ ഫോം ഷീറ്റിൻ്റെതില്ലേ അത് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ബുക്കിൻ്റെ കവർ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് റെഡിയാണ്. പിന്നെ എൻ്റെ ഡ്രോയിങ് സ്കിൽസ് നിങ്ങളെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.